ആര് വിളിച്ചേ? സിദ്ധാർത്ഥ്, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ. നീ ഇങ്ങനെ പ്രകാശിക്കണേ എന്തിന്? എന്തിനു വിളിച്ചത്? അവന്റെ അനിയതര കല്യാണ ഈ ബുധനാഴ്ച, അത് വിളിക്കാൻ വിളിച്ചത്. അതിന് ചേട്ടത്തി എന്തിനാ ഇങ്ങനെ പുഷ്പിക്കുന്നേ? ആ എന്തോ ഹിസ്റ്ററി ഉണ്ടടാ, ഉറപ്പതേ മോഹൻ നോക്കിയേ. കണ്ടാ ചേട്ടാ, നോക്ക് നോക്ക് ഉണ്ട്. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട്? പറ. ഞാൻ പോണം. അവിടെ നിക്കട്ടാ, ചേട്ടത്തി പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ എന്തോ ചേട്ടാ കൊച്ചു പിള്ളേരെ പോലെ സ്കൂളിലെ കഥയൊക്കെ കേട്ടിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നേ? പറ. പിന്നല്ലാതെ നിങ്ങളുടെ ബാദുഷയുടെ കഥ മുഴുവൻ ഞാനിരുന്ന് കേട്ടതല്ലേ. എടി ഞാനും ബാദുഷയും തമ്മിൽ അച്ചാരം വെള്ളം കുടിച്ച പോലെയാണ് നീ സിദ്ധാർത്ഥം തമ്മിൽ ലൈൻ അടിച്ച കഥ. അയ്യേ, ഇതൊന്നും അല്ല. പിന്നെ ഞാൻ പറയുന്നില്ല. അത് പറയണ്ട പോ. ചേട്ടത്തി പറയണതേ, ഇതൊക്കെ ഒരു രസമല്ലേ? പല പ്രണയങ്ങളിലും നമ്മളെ കൈപിടിച്ച് നടത്തുന്നേ. പറ നാത്തൂനെ, ഒരു കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ 6ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ആദ്യമായിട്ട് ലവ് ലെറ്റർ തന്ന ആളാണ് ഈ സിദ്ധാർത്ഥ. 6ാം ക്ലാസ് വെച്ച് ഇത് മറ്റേതേ വിശാല മനസ്സേ വിരോധം വരുതേ. ഇത് പ്രോപ്പർ പ്രേമലേഖനം. ചേട്ടാ അവിടെ ചേട്ടത്തി പറയട്ടെ. നാത്തുൻ പറ നാത്തൂനെ, എന്നിട്ട് നാത്തൂൻ എന്ത് തിരിച്ചു പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ, വീട്ടിലറിഞ്ഞ വഴക്ക് പറയുകൊണ്ടും നടക്കൂലെന്ന് പറഞ്ഞു. അല്ല നീ ലെറ്റർ എഴുതി കൊടുത്തേനെ. പിന്നല്ലാതെ നല്ല മിടുക്കൻ ചെറുക്കനായിരുന്നു, നല്ലോണം പഠിക്കും. പിന്നെ ഈ സ്പോർട്സിലൊക്കെ ചാമ്പ്യൻ ആയിരുന്നു. എപ്പോഴും ലോങ് ജമ്പിന് ട്രോഫി ഒക്കെ കിട്ടുമായിരുന്നു. ആണോ? കാണാനൊക്കെയോ മിടുക്കൻ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, കല്യാണത്തിന് കാണുമ്പോ പറയാം. എനിക്ക് ലോങ് ജമ്പിന് ട്രോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ ഫോട്ടോ ഉണ്ടോ? ഇപ്പൊ വാട്സാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാലോ. പണ്ട് ഭയങ്കര ഗ്ലാമർ ആയിരുന്നു സിദ്ധാർത്ഥ്. നിനക്കിപ്പോ എന്തൊക്കെ അറിയണ്ടേ? ചേട്ടനെ ഗ്ലാമർ ആയിരുന്നു. എണീറ്റ് പോടാ ഇറക്കാം. ഇത് പോയി, ഇത് കയ്യിന്ന് പോയി. അത് ലോങ് ജമ്പ് ആയിരുന്നോ? അതായിരുന്നോ കാണിച്ചത്? ഞാൻ മറ്റേ തവളക്ക് തവള പിക്കാടി ചേട്ടൻ. ഞാനൊന്ന് പോയി നോക്കട്ടെ, സമാധാനിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്താ സീനെന്ന്. ഉത്തണ്ണ എന്താ തരയുന്നേ? അമ്മാ ഉത്തണ്ണ പിണങ്ങിയാ? ഞാൻ എന്തിനു പിണങ്ങണേ? അമ്മാ എന്തോ ആടാ? അമ്മ പണ്ട് എനിക്ക് ലോങ് ജമ്പിന് ഷോർട്ട് പുട്ടിനൊക്കെ പ്രൈസ് കിട്ടിയില്ലായിരുന്നാ? അതെവിടെ വെച്ചമ്മ? ലോങ് ജമ്പിനോ? അതൊന്നും ഓർമ്മയില്ലേ? എന്റെ ഉത്തണ്ണ, ഞാനത് അപ്പം ഒരു നൊസ്റ്റാൾജിയൊക്കെ അങ്ങ് പറഞ്ഞു പോയതാ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇപ്പൊ ഇവിടെ കിടന്ന് ഈ ട്രോഫി ഒക്കെ തപ്പുന്നോണ്ട് പറഞ്ഞ. ഓ, അപ്പൊ എനിക്ക് ലോങ് ജമ്പിന് പ്രൈസ് കിട്ടിയില്ല. നിന്റെ സിദ്ധാർത്ഥന് മാത്രമേ പ്രൈസ് കിട്ടിയോളൂ ലോങ് ജമ്പിന്. അതായപ്പോ ഒരു സിദ്ധാർത്ഥൻ പുതിയതായിട്ട്? അവള് പഴയ ബോയ് ഫ്രണ്ട് അങ്ങ് ഉള്ളതാണോടി? ഓ, എന്റെ അമ്മ എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ചെറുക്കനാണ് ഈ സിദ്ധു, അത്രേ ഉള്ളൂ. നിന്റെ വായിൽ ചുറ്റോ മാത്രമേ വരുവുള്ളൂ. സിദ്ധാർത്ഥന് മുഴുവൻ പേര് വരൂലേ? ആ സ്കൂളിൽ എല്ലാരും അവനെ സിദ്ധു സിദ്ധു എന്ന് വിളിച്ചോണ്ടിരുന്നല്ലാതെ ഞാനിട്ട ചില പേരൊന്നും അല്ല. ചേട്ടാ, ഞാൻ ബാംഗ്ലൂർ റെഡി ആട്ടോ. ഇതിന് അല്ല, ഇവിടെ മൊത്തം അടിമഴക്കല്ലേ, ചേട്ടന് വരാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഒരു കുഴപ്പമില്ല. ഓഹോ, ഒരു ഭയങ്കര കഥ കേട്ടോണ്ട് എന്റെ ഇതായി പോണ മനസ്സൊന്നും അല്ല എന്റത്. ചേട്ടാ, ചേട്ടത്തി ബുധനാഴ്ച കല്യാണത്തിന് പോയി കഴിഞ്ഞാലേ ചേട്ടന് പിന്നെ ബാംഗ്ലൂർ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റൂ. എനിക്കെന്ത് സ്വസ്ഥത കുറവ്? ഞാൻ അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ തലകുത്തി മറിയും. ഒരു സിദ്ധാർത്ഥന് എനിക്ക് ഭീഷണിയല്ല കേട്ടാ. ഓഹോ, എന്നാ ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ കല്യാണക്കാരെ അറിയാലോ, 50 പേരെ വിളിക്കാൻ പറ്റൂ. ആ 50 പേരിൽ ഒരാളായിട്ടാണ് ചേട്ടത്തെ വിളിച്ചിരിക്കുന്നത്. തുരുമ്പേ, നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ. എഴുതാപ്പുറം വായിച്ചൊന്നുമല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത്. അവൾ എവിടെ പോണ്ടാ? എനിക്കെന്ത് ഒരു സിദ്ധാർത്ഥം പോലും. മാറങ്ങോട്ട്. കുടുംബം കൂട്ടിച്ചോറായല്ലേ തുരുമ്പ്. എടാ നോക്കട്ടെടാ ചട്ടമ്പി, കൊറേ ദിവസമായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ലാണ്ട് കിടക്കുമായിരുന്നു. ഇങ്ങേർക്ക് വിളിക്കാൻ കണ്ട നേരം. ആ കല്യാണത്തിന് ഞാനും കൂടെ പോയി ചെറുക്കനെ പിടിച്ചിട്ടൊന്ന് വരട്ടിയാലോ? ഞാനും വരാം മുത്തശ്ശി. ചുമ്മാ ഇരുന്ന് അമ്മയെ പിടിച്ച് വഴക്കുണ്ടാക്കിയതല്ലേ. എടാ അതിന് അങ്ങേരെ എന്ത് ചെയ്തു? ഫോൺ വന്നു കഴിഞ്ഞപ്പോ നിന്റെ അമ്മയാ 17-കാരിയെ പോലെ ഇങ്ങനെ നാണൊക്കെ കാണിച്ചത്. ഈ നായ്ക്ക് നോക്കൊരു പ്രശ്നമാണ് അപ്പച്ചി. അങ്ങനെ നീ ചോദിച്ചാ ഒരു പ്രശ്നമല്ല. ഇപ്പൊ നിന്റെ അച്ഛനെയാണ് ഒരു പെണ്ണ് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പം ചേട്ടനും നാണൊക്കെ കാണിച്ചു തന്നെയായിരിക്കും. അല്ല, അപ്പച്ചിക്ക് ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ.
കൊണ്ട് കൊടുത്തൊക്കെ കാണും. ഇരുന്ന് ഉറങ്ങുന്നുണ്ടപ്പോ അപ്പം തന്നെ കണ്ട പൈ കൊടുക്കണം. പോക്കോണ അവിടുന്ന്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അല്ല അച്ഛമ്മ? പിന്നെ പിന്നെ ഓ ഓ എന്താ ഒരു ഓ ഓ ആക്കിയൊരു ഓ. ഞാൻ ആക്റ്റീവ് ആയിരുന്നു. തന്നെത്താൻ പറഞ്ഞാ മതി ആക്റ്റീവ് ആണെന്ന്. ഇപ്പൊ എന്താ പവർ സേവിംഗ് മൂഡിലേക്കായേ? എടി അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാലം ഇങ്ങനെ കടന്നു പോകും തോറും നമുക്ക് മനസ്സിലാവും നമ്മുടെ എനർജി ഒക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന വെറുതെ ആണെന്ന്. നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ പണിയെടുത്തോളൂ എന്ന്. അപ്പൊ അങ്ങനെ ആവുന്നതാ. കഷ്ടം. അപ്പൊ അപ്പച്ചക്കാരാ ലെറ്റർ തന്നത്? എടി ഞാൻ ആക്റ്റീവ് ആയിരുന്നേ പറഞ്ഞോളൂ. ലെറ്റർ കിട്ടിന്ന് ഞാൻ പറഞ്ഞു. എന്താ അച്ഛമ്മേ? അച്ഛമ്മ എന്നെ സൈഡാ നിക്കണ്ടേ, പിള്ളേരുടെ കൂടെ കൂടരുത്. ഞാൻ പിള്ളേരുടെ കൂടെ നിൽക്കത്തില്ല, കാര്യം പറയും. അത് കേട്ടോളണം. അന്നത്തെ ബാങ്കിലെ കാട്ടി നല്ല ഇപ്പോഴത്തെ ബാങ്കിലെ. അന്ന് നീ വെറും കൂതറയായിരുന്നു. അച്ഛമ്മേ എന്താടി ചിരിക്കുന്നേ? ചിരിക്കാൻ പാടില്ല. അല്ലേ ഓടുന്നു മിണ്ടത്തില്ല. ഞാൻ എന്റെ തല കുടിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞ വിടത്തില്ല. ഓ നീ ഒന്ന് ഓടിക്കേ കാണട്ടെ. പ്ലീസ് വേണിക്കണു. ഇനി പറഞ്ഞ മനസ്സിലാക്കും. ആ അന്ന് കൂതറയായിരുന്നു, ഇന്ന് ഞാൻ സൂപ്പർ. സൂപ്പറാണോ? ആ സമ്മതിച്ചോ? സമ്മതിച്ച്. സൂപ്പറാ. തന്നെ തന്നെ പറയുന്നല്ലേ. സ്വപ്നങ്ങളിൽ മാത്രം. എന്റെ പൊന്നു പറ, അമ്മ സൂപ്പർ അല്ലേ? അല്ല, അമ്മ സൂപ്പർ അല്ലേ? അത് ശരി, അത് ശരി. കണ്ണനെ ബുദ്ധിണ്ട്. കണ്ണം വരെ പറഞ്ഞങ്ങനെ. എന്താ ചേട്ടത്തി എന്താടാ? സിദ്ധുവിന്റെ കാര്യം? ചേട്ടന്റെ സ്റ്റാൻഡ് എന്തുവാ? ഞാൻ മൈൻഡ് ഒന്നും പോയില്ല. അത് കുറച്ചേരം കഴിയുമ്പോൾ കരഞ്ഞോണ്ട് വന്നോളും. അയ്യോ ആശയെ പറ്റിപ്പോയി, ഞാൻ നിന്നെ സംശയിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അല്ലാതെ ഇതിപ്പോ ഞാൻ ചേട്ടത്തിന്റെ ഭാഗത്താണല്ലോ. അല്ലേ? ഒരു ചെറിയ ഫോൺ കോളിന്റെ പേരിലൊക്കെ സംശയിക്കാന്ന് പറഞ്ഞാ? ആന്നേ, ചേട്ടത്തിയാണ് ഇങ്ങോട്ട് ഇരുന്നേ. മടിപടം ജോലി ചെയ്താൽ ഞാൻ ഒരു പാട്ട് വെച്ചുതരാം. ചേട്ടത്തിന് ആ പാട്ട് കേട്ടിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. ചേട്ടത്തി ഇരി, ഇവിടെ ഇരി. ഇതിന്റെ പൊട്ടെന്ന് ചോദിച്ചേ. ഈ പാട്ട് കേൾക്കുമ്പോൾ ചേട്ടത്തിന്റെ മൈൻഡ് എല്ലാം സെറ്റായി, എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. ഓക്കെ? നല്ല പാട്ട്. പിന്നെ നല്ല പാട്ടല്ലേ ചേട്ടത്തി സുമേഷ് തരൂ. കേട്ടിട്ട് എത്ര നാളായല്ലോ. ചേട്ടത്തി ഈ പാട്ടൊക്കെ കേട്ട് വിടില്ല, ഞാൻ ഇപ്പം വരാം കേട്ടോ. ശരി ശരി കേട്ടോ. ചേട്ടാ, ചേട്ടയോടെ എന്തോ ചെയ്യുന്നു? നീ കണ്ടോ? ചേട്ടൻ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എന്തോന്നടാ? പാ ചേട്ടാ, ഇട് പാ, അവിടെ ഇട്. അത് കള, അത് കള, നിക്ക്, അത് കള, നിക്കടാ ചേട്ടാ. അത് കള ചേട്ടാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാന്നില്ല പറഞ്ഞു. പാ ഇങ്ങോട്ട് നിന്ന്. എന്തോ കണ്ടോ? ചേട്ടത്തി വേറെ ഏതോ ലോകത്താ. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലാണ്. ദൈവമേ, കറങ്ങി കറങ്ങി കറങ്ങി. ചേട്ടൻ വന്ന് വന്നു. കണ്ടോ കണ്ടോ, കിടന്ന് കറങ്ങിയതുണ്ടോ? അതിലിപ്പോ എന്ത്? എന്റെ ചേട്ടാ, ചേട്ടാ സിനിമയൊന്നും കാണാറില്ലേ? എന്തോ മനസ്സിലുള്ളപ്പോഴാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ജസ്റ്റ് ഒരു കറക്കമല്ലേ കറങ്ങിയോളൂ. അടിപൊളി. ഒരു കറക്കം തന്നെ ഭയങ്കര ഡേഞ്ചറാ. 2 കറക്കം കഴിഞ്ഞ് കഴിഞ്ഞാലേ തീർന്നു. പിന്നെ നിനക്ക് ബാംഗ്ലൂർ പോകാനല്ലേ നീ ഇതൊക്കെ പറയണേ? ചേട്ടാ, ഞാൻ അത്രയ്ക്ക് വൃത്തിയിടാനാണ്. ആണ്. അത് ശരി. ഞാൻ ആത്മാർത്ഥത്തോടൊരു കാര്യം പറയാം ചേട്ടൻ്റെ അടുത്ത്. ചേട്ടാ ഈ സമയത്ത് ചേട്ടത്തൂടെ തന്നെ നിൽക്കണം. ചേട്ടനെ പോലെ തങ്കക്കൂടത്തെ കിട്ടാനേ ചേട്ടത്തെ എത്ര ഭാഗ്യം ഇതെന്ന് ഓർപ്പിച്ചു കൊടുക്കണം. തന്നെയല്ലേ? പിന്നെ ചേട്ടൻ ചെല്ല്. ചെല്ലങ്ങോട്ട്. ഹായ് മീനു ചക്രവർത്തി, ഐ എം കമ്മിങ് ടു ബാംഗ്ലൂർ. ഇത്ര ഇംഗ്ലീഷൊക്കെ എനിക്കറിയാവും. സെൻറ്റ്. ഇന്നും കാലമായില്ലേ എന്റെ കൈപിടിച്ച
മുമ്പ് നിനക്ക് പണിയെടുക്കുമ്പോൾ പാട്ടൊന്നും കേൾക്കണ്ടായിരുന്നല്ല. ഷടാ എനിക്കൊരു പാട്ട് കേൾക്കാൻ പാടില്ലേ? നിങ്ങൾ ഒരുമാതിരി വൃത്തിയായിട്ട് പണി കാണിക്കരുത് കേട്ടോ. ഞാൻ വൃത്തികെട്ടവൻ. പഴയ കാമുകനും ഓർത്ത് കറങ്ങിയ നീ വൃത്തിയുള്ളവള്. കറങ്ങിയോ? ഞാൻ കണ്ട് നീ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. നിങ്ങൾക്ക് എന്താ സമനില തെറ്റിയോ? എന്റെ സമനിലയൊന്നും തെറ്റിയില്ല. 4-5 തവണ കറങ്ങിയാ നിന്റെ സമനില തെറ്റും. അതിപ്പോ ആരുടെ ആണെങ്കിലും തെറ്റും, തല കറങ്ങൂലേ? എന്തൊക്കെ പറഞ്ഞാലും ആ കോള് വന്നതിന് ശേഷം നിനക്ക് ഒരു കുണുക്കമുണ്ട്. കുണുക്കോ? കുണുക്കോ? എന്തുവാ കുണുക്കത്തിന്റെ കാര്യം പറഞ്ഞേ? എടി, ആ കോള് വന്നതിന് ശേഷം നമുക്കൊരു കുണുക്കമില്ലേ? കുണുക്കൊന്നും ഇല്ല, പക്ഷെ ഒരു നാണവും ഉൾപ്പതർച്ചയൊക്കെ ഉണ്ട്. ഉൾപ്പതർച്ചേ എന്നുവെച്ചാ എന്നുവെച്ചാ ഉൾപ്പതർച്ച അത് തന്നെ. ഒന്ന് പോവച്ചേ അവിടുന്ന്. അതെ കോള് വന്നപ്പോ പണ്ട് അവൻ ആ ലെറ്റർ തന്നപ്പോഴത്തെ കാര്യമൊക്കെ ഓർത്ത് അന്നേരം ഒരു നാണം വന്നെന്നുള്ളത് ശരിയാ. എന്ന് വെച്ചാ ശരി വിട്ടേക്ക്. നാണിക്കാനുള്ളവര് നാണിച്ചു, കോംപ്ലക്സ് അടിക്കാനുള്ളവര് കോംപ്ലക്സ് അടിച്ചു. എനിക്ക് കോംപ്ലക്സ് ഒന്നും അടിച്ചില്ല. അടിച്ചില്ല മതിയില്ലേ? ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ബാംഗ്ലൂരൊക്കെ പോയി ഒന്ന് കറങ്ങി മനസ്സൊക്കെ തണുത്ത് ചില്ലായിട്ട് വാ. ഞാൻ ബാംഗ്ലൂരൊന്നും പോണില്ല. പോന്നില്ലേ? അപ്പൊ പിന്നെ മരംകൊത്തി ഗവേഷകനെയോ നിരീക്ഷകനെയോ ആരോ കാണണ്ടേ? അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ഓ അപ്പൊ അത് ശരി. എന്നെ വിശ്വാസമില്ല. യോ, നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നുമല്ല. കല്യാണത്തിന് ഞാൻ കൂടെ വരും. എടി നീ കണ്ടോടി ഒട്ടും കോംപ്ലക്സ് ഇല്ലാത്ത ഒരാളെ. കണ്ടു. നിങ്ങൾക്ക് ആ ലോങ് ജമ്പിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്കിത് മനസ്സിലായതാ. നീ വീണ്ടും അതിൽ പിടിച്ച് തൂങ്ങണ്ട. നിനക്ക് ഓർമ്മയില്ലടി പൈങ്കിളി, എനിക്ക് പണ്ട് ലോങ് ജമ്പിന് ട്രോഫി കിട്ടിയത്? അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ തവളച്ചാട്ടത്തിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചേച്ചി. മതിയല്ലോ. അത് 8ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ ലോങ് ജമ്പിന് ട്രോഫി കിട്ടിയായിരുന്നു. ഓർത്ത് നോക്ക്. അല്ല ഇപ്പൊ ലോങ് ജമ്പിന് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ പ്രശ്നം? അതല്ലേ എനിക്കും ചോദിക്കാളൂ, എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്കല്ലേ പ്രശ്നം? നീ എങ്ങാണ്ടോ എവിടെ എങ്ങാണ്ടോ കിടന്ന് ഏതൊരു സിദ്ധാർത്ഥിന് വേണ്ടി ഞാൻ മത്സരിക്കാൻ വേണ്ടിട്ട് നിൽക്കണം എന്നല്ലേ നീ വിചാരിച്ചേ? ട്രോഫി കണ്ടുപിടിച്ചിട്ടെ കാര്യം നീ പറഞ്ഞോണ്ടാ? ഞാൻ എന്തിനായിരുന്നു ട്രോഫി കണ്ടുപിടിക്കാൻ പറഞ്ഞോണ്ടാ? എന്റെ ചേട്ടന് ലോങ് ജമ്പിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വാ ചേട്ടാ, നമുക്ക് ട്രോഫി കാണിച്ചു കൊടുക്കാം. വാ. എവിടെ? തട്ടും പുറത്താണ്. ഇവിടെ താഴെ? എനിക്കറിയത്തില്ല. ഇവിടെ എവിടെ? എനിക്കറിയത്തില്ല. അതെ അങ്ങോട്ട് നോക്ക്. പാവം. ചേട്ടാ അതേ ചൂലെടുത്ത് തൂത്ത് നോക്ക്. അത്ര ചെറുതൊന്നുമല്ല, ഇത്ര വലുതാണത്. 7ാം ക്ലാസ്സിൽ ലോങ് ജമ്പിന് വല്ല ഗ്ലാസോ ഡവറയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഡവറയല്ല, കിണ്ണം.